ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പം നമ്മൾ ഒരിടത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അല്ലാണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ സാരി ഒന്നും കൊടുത്ത് ഒരുങ്ങി സീരിയൽ നടിമാരെ പോലെ അല്ലല്ലോ നിൽക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രം ഉണ്ട് അമ്മയുടെ, പത്തനാട് കങ്ങഴയിലാണ്. അവിടുത്തെ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പ് വീട്ടിൽ വിളക്ക് കൊളുത്തണം. അപ്പോൾ എല്ലാ മാസവും വെള്ളിയാഴ്ച ഞാനൊരു സ്പെഷ്യൽ വിളക്ക് കൊളുത്താറുണ്ട്. എൻ്റെ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ആ വിളക്ക് എങ്ങനെയാണ് കത്തിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അടുത്ത വീഡിയോസിൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ഉപ്പ്, കൽക്കണ്ടം, വെറ്റില വെച്ചിട്ടാണ് ഞാൻ കത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് നല്ല മനസ്സിന് നല്ല പോസിറ്റിവിറ്റി കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ്. എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്നവരോടൊക്കെ ചെയ്യാനും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം അത് ചെയ്യുക, കാണുക. അപ്പോൾ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ല അങ്ങനെ. അപ്പോൾ എൻ്റെ വിശ്വാസം എൻ്റേത് മാത്രം, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാ മാസവും മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഞാൻ ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ വീട്ടിലെല്ലാവരും അതിന് സപ്പോർട്ടും ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഇതേ നമ്മൾ വിളക്കോത്തിരി നാമജപമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കങ്ങഴ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കങ്ങഴ മഹാദേവ ക്ഷേത്രം. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അമ്പലം. ശ്രീകോവിലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അമ്പലം ആകെ ഗംഭീരമായിട്ടാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ അകത്ത് കയറി തൊഴുതതിന് ശേഷം നമ്മൾ ഓടിപ്പോയില്ല. അമ്പലത്തിനുള്ളിൽ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ വെളിയിലിറങ്ങി. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും കൊടി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കുഞ്ഞിയുടെ കൈകൊണ്ട് ഒരു കൈ പണം നമ്മൾ കൊടിമര ചുവട്ടിൽ വെച്ചിരിക്കണം. കാണിക്ക വഞ്ചിയിൽ നമ്മൾ ഇടാറുണ്ട്. എല്ലാ വർഷവും അവളുണ്ടായതിന് ശേഷം എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിനെ അടിമ കിടത്തിയിട്ടുള്ള അമ്പലമാണ്. അപ്പോൾ അടിമ കിടത്തിയത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. ഭഗവാന്റെ രക്ഷഗണത്തിൽ ഒരാളാണെന്നാണ് സങ്കല്പം. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സ് നിറഞ്ഞ തൃപ്തിയോടുകൂടി മഹാദേവനെ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്, അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അമ്മായിയുടെ വീട്. ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് എല്ലാ വർഷവും പോവുക. അവിടെ അമ്മായി ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഇത്തവണ നമ്മൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് അമ്മായി പെട്ടെന്നാണ് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഓടിപ്പിടച്ച് എന്താ പറയുക, വളരെ ധൃതി വെച്ചിട്ട് അമ്മായി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചിന്തിക്കടയിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും വാങ്ങാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു പെണ്ണുങ്ങൾക്ക് ഹെയർ ബാൻഡ് ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ അത് ഹെയർ ബാൻഡ് എനിക്കും ഹർഷിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ വാങ്ങി അവിടുത്തെ ആദ്യ കുട്ടിക്ക് നമ്മൾ വളയൊക്കെ വാങ്ങി നമ്മളിതേ അമ്മായിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പം എല്ലാവർക്കും ഭയങ്കര സർപ്രൈസായി. നമ്മളവിടെ അമ്പലത്തിലെത്തി ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ചേട്ടൻ അവിടെ വന്നായിരുന്നു. അപ്പോൾ അമ്മായി എന്തിനാ ഇന്ന് വന്ന് നാളെയല്ല എല്ലാ വർഷവും വരണമെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മായി തട്ടിക്കൂട്ടിയ സാധനങ്ങൾ, പുളിശ്ശേരി, അച്ചാർ, അതുപോലെ തോരൻ എല്ലാം ഉണ്ടായിരുന്നു.